നമസ്കാരം, മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വൃക്കയുടെ പ്രാധാന്യം എന്താണ് ശരിക്കും? നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പ്രധാനമായിട്ട് മൂത്രത്തിൽ കൂടെ അത് പുറന്തള്ളപ്പെടുകയാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതുകൂടാതെ പല ലവണങ്ങളെ നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, നമ്മുടെ റെഡ് ബ്ലഡ് സെൽ എന്നൊരു കോശങ്ങൾ അതിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രത്യേക ഹോർമോൺ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് കിഡ്നിയുടെ അതർ ഫങ്ഷൻസ്. സർ, നമ്മുടെ ഈ വൃക്ക രോഗത്തിന്റെ പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൃക്ക രോഗത്തിന് പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നീര്, കാലിലെ നീര്, കണ്ണിന് ചുറ്റുമുള്ള നീര്, മൂത്രത്തിൻ്റെ അളവ് കുറയുക, മൂത്രം പതയുക, മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം വരിക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, ചിലപ്പോൾ ഉറക്കക്കുറവ് അനുഭവപ്പെടുക, പിന്നെ നമ്മൾക്ക് ചൊറിച്ചിൽ, അതിസാരമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുക. അതാണ് പ്രധാനമായിട്ടുള്ള കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതുകൂടാതെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതൊരു ലക്ഷണവും ഇല്ലാതെയും കിഡ്നി രോഗം വരാം. അതിനായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാതാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടുതലും ഈ കിഡ്നി രോഗം ഉള്ളപ്പോൾ വയറിന് വേദന, അതിശക്തമായിട്ടുള്ള വേദന വരാറുണ്ട്. അപ്പോൾ മിക്ക വയറുവേദനകളും കിഡ്നി രോഗത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. വയറുവേദനയ്ക്ക് കുറേ കാരണങ്ങളുണ്ട്. സർജിക്കൽ കാരണങ്ങളുണ്ട്, മെഡിക്കൽ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തിലെ സർജിക്കൽ കാരണങ്ങളിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് നമ്മുടെ വൃക്ക രോഗങ്ങൾ. അപ്പോൾ വൃക്ക രോഗങ്ങൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ വയറുവേദന വരണമെന്നില്ല. എന്തെങ്കിലും വൃക്കയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മെഡിക്കൽ ടേമിൽ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയും. വൃക്കകളിൽ ഇൻഫെക്ഷൻ വരിക, പൈലോനെഫ്രൈറ്റിസ് വരുവാണെങ്കിലാണ് സാധാരണമായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടാറുള്ളത്. അതുകൂടാതെ വൃക്കകളിൽ കല്ലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേദന അനുഭവപ്പെടാം. പിന്നെ അടിവയറ്റിൽ വേദന ഉണ്ടെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ഈ വൃക്ക രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്? വൃക്ക രോഗത്തിനായിട്ട് നമുക്ക് യൂഷ്വലി 2 ടൈപ്പ് ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് ബ്ലഡ് ടെസ്റ്റും ഒന്ന് യൂറിൻ ടെസ്റ്റും. ബ്ലഡ് ടെസ്റ്റിലായാലും നമ്മൾ ചെയ്യുന്നത് ബ്ലഡിലെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അത് ഫസ്റ്റ് അത് ചെയ്യണം. ക്രിയാറ്റിന്റെ നോർമൽ വാല്യൂ എത്രയാണ് വരുന്നത്? നോർമൽ വാല്യൂ വരുമ്പോൾ ഓരോ ലാബിനും ഓരോ റേഞ്ച് ഉണ്ട്. പക്ഷേ എന്നാൽ കൂടി ഒരു 0.7 to 1.2 ആണ് നോർമൽ റേഞ്ച് പല ലാബുകളിൽ വരുന്നത്. അതിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് വൃക്ക രോഗമുണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ മാത്രമല്ല ടെസ്റ്റിന്, അല്ലാതെ ക്രിയാറ്റിൻ നോർമലുള്ള ആൾക്കും വൃക്ക രോഗം ഉണ്ടാവാം. അപ്പോഴാണ് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്. യൂറിനിൽ ചിലപ്പം പുള്ളിക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്കും ക്രിയാറ്റിൻ നോർമൽ ആണെങ്കിൽ കൂടി നമ്മൾ വൃക്ക രോഗം ഉണ്ടെന്ന് പറയാം. പ്രധാനമായും കണ്ടുവരുന്ന വൃക്ക രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് വൃക്ക രോഗങ്ങൾ 2 രീതിയിലായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്ന് ടെമ്പററി ആയിട്ടുള്ള കിഡ്നി പ്രോബ്ലംസ്, അതായത് താൽക്കാലിക കിഡ്നി സ്തംഭനം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറുകൾ. അത് ഉണ്ടാവാനുള്ള കാരണം സാധാരണമായിട്ട് കാണുന്നത് അണുബാധയാണ്. അണുബാധ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി, ഡെങ്കിപ്പനി, പിന്നെ മലേറിയ, അങ്ങനത്തെ ഉള്ള ഇൻഫെക്ഷൻ. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ, അത് ചിലപ്പം കിഡ്നിയിലേക്ക് ബാധിക്കുകയും പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു സീരിയസ് ഇൻഫെക്ഷനിലേക്ക് മാറുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു അക്യൂട്ട് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ താൽക്കാലികമായൊരു കിഡ്നി ഫെയിലിയർ, താൽക്കാലികമായൊരു വൃക്കസ്തംഭനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ അതുകൂടാതെ നമുക്ക് വേറെ കാരണങ്ങളുമുണ്ട്. മരുന്നുകളാവാം, ചില മരുന്നുകൾ പിടിക്കാത്ത മരുന്നുകൾ, ചില ആഹാര രീതികൾ, ചിലപ്പം അങ്ങനെയുള്ള, പിന്നെ മൂത്രത്തിൽ കല്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമുക്കൊരു അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒരു ക്രോണിക് റീനൽ ഫെയിലിയറാണ്, അതായത് സ്ഥായിയായ വൃക്കസ്തംഭനം. അതിനുള്ള കാരണങ്ങളാണ് ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ സെറ്റിങ്ങിൽ കാണുമ്പോൾ പ്രമേഹ രോഗവും പിന്നെ രക്തസമ്മർദ്ദവും. ഇത് രണ്ടുമാണ് പ്രധാനമായുള്ള കാരണങ്ങൾ. അതുകൂടാതെ വൃക്കയിൽ കല്ലുണ്ടാവുകയും അങ്ങനെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഡാമേജുകളും, അതല്ലാതെ വൃക്കയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും, ഇതാണ് മറ്റു കാരണങ്ങൾ. ഇതല്ലാതെ വളരെ റെയറായിട്ടൊരു ജനറ്റിക് കോസുകളുണ്ട്, പല ജനറ്റിക് കോസുകളുണ്ട്, അതുകൊണ്ടും വൃക്ക രോഗങ്ങൾ ഉണ്ടാവാം. സർ, അതുപോലെ തന്നെ നമ്മുടെ വൃക്ക മാറ്റിവെക്കുന്ന ആ ഒരു പ്രക്രിയ ഏത് അവസ്ഥയിലാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ വൃക്കസ്തംഭനം 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന് അക്യൂട്ടായിട്ടുള്ള, അതായത് സ്ഥായിയായ വൃക്കസ്തംഭനവും ടെമ്പററി ആയിട്ടുള്ള വൃക്കസ്തംഭനം, അതായത് അക്യൂട്ട് റീനൽ ഫെയിലിയർ. അപ്പോൾ നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മരുന്നുകൾ കൊണ്ടും അത് ഭേദപ്പെടാം. ഡയാലിസിസ് ഒന്നും ഇല്ലാതെയും അത് ഭേദപ്പെടാം. അല്ലാതെ പെർമനന്റ് റീനൽ ഫെയിലിയർ ആണെങ്കിൽ, ക്രോണിക് റീനൽ ഫെയിലിയർ ആണെങ്കിൽ നമുക്കത് ഡയാലിസിസിലേക്ക് ചിലപ്പം കടക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള പേഷ്യൻസ്. അപ്പം ഡയാലിസിസ് ആണെങ്കിൽ 2 രീതിയിൽ നമുക്കത് ചെയ്യാം. ഒന്നെങ്കിൽ അത്
ഹീമോഡയാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാം. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബ്ലഡ് ഒരു വെയിനിൽ കൂടെ നമ്മൾ എടുത്ത് എല്ലാ ബ്ലഡും അത് ഫിൽട്ടർ ചെയ്ത്, ഒരു ഫിൽട്ടർ ആർട്ടിഫിഷ്യൽ കിഡ്നിയിലേക്ക് കയറ്റി അത് പ്യൂരിഫൈ ചെയ്തിട്ട് അതേ ബ്ലഡ് ശരീരത്തിലേക്ക് തിരിച്ചു വിടുന്ന ഒരു പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. അതേപോലെ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ വേറെ ഒരു ഡയാലിസിസ് മൊഡാലിറ്റി ഉണ്ട്. അത് നമ്മൾ വയറ്റിൽ ഒരു പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഇൻസ്റ്റിൽ ചെയ്തിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അത് വെയിറ്റ് ചെയ്ത് അതേ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് കളയുന്ന ഒരു പ്രൊസീജിയറാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓരോന്നിനും അതിൻ്റെതായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്രോണിക് റീനൽ ഫെയിലിയർ എന്നുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ ഡയാലിസിസ് ആവുന്നില്ല. അവർക്ക് എപ്പോഴും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എപ്പോഴും റീനൽ ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പം നമ്മൾ ഈ ഡയാലിസിനെ ഒരു ബ്രിഡ്ജായിട്ട് കാണുക, ഒരു പെർമനന്റ് സൊല്യൂഷൻ ട്രാൻസ്പ്ലാന്റ് ആയിട്ടും കാണുക. ഓക്കെ. ഈ നമ്മൾ കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞത് പ്രോപ്പർ ഫങ്ഷനിങ്ങിലേക്ക് വരാൻ ഒരുപാട് കാലതാമസം എടുക്കുമോ, അതുപോലെ എത്ര സമയമൊക്കെ വേണ്ടി വരും? ഇല്ല, അതാ കിഡ്നി മാറ്റി വെക്കുന്നതിന് മുന്നായിട്ട് പല ടെസ്റ്റുകളും ഉണ്ട്. നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ വർക്കപ്പ് എന്ന് പറയും. ഡോണറിനെ, അതായത് കിഡ്നി കൊടുക്കുന്ന ആൾ വർക്കപ്പ് ഉണ്ട്, കിഡ്നി റെസിപ്പിയൻ കിഡ്നി എടുക്കുന്ന ആൾക്ക് വർക്കപ്പ് ഉണ്ട്. അതിൽ നമ്മൾ നോക്കും പേഷ്യൻറ്റ് ഫിറ്റ് ആണോ, പേഷ്യൻറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സർജറി ടോളറേറ്റ് ചെയ്യുന്നുള്ള പല കാര്യങ്ങൾ അതിൽ നോക്കും. ഇമ്മ്യൂണോളജിക്കലി പേഷ്യൻ്റെ കിഡ്നി, അതായത് കൊടുക്കുന്ന ആളുടെ കിഡ്നി റെസിപ്പിയൻ്റെ ബോഡിയിലേക്ക് കോമ്പാറ്റബിൾ ആണോ, റിജക്ഷൻ ചാൻസസ് കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതെല്ലാം നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ട്രാൻസ്പ്ലാന്റിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സർജറി ആണെങ്കിൽ വിതിൻ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഉടനെ തന്നെ യൂറിൻ വരികയും നമുക്ക് Day 1 or Day 2 ക്രിയാറ്റിൻ നോർമൽ, Day 3 നോർമൽ ക്രിയാറ്റിനിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. അഥവാ അല്ലാതെ എന്തെങ്കിലും റിജക്ഷൻ വല്ലതും ഇതിനിടയ്ക്ക് ഉണ്ടായാൽ ക്രിയാറ്റിൻ കുറയാനുള്ള കാലതാമസം, ചെറിയൊരു കാലതാമസം ഉണ്ടാവും. ഇങ്ങനെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു ദീർഘകാലത്തേക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ബാക്ക് ടു നോർമലിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുമോ? ഇല്ല, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിയുന്നതോട് നമ്മൾ പല മരുന്നുകളുണ്ട് അതിൻ്റെ കിഡ്നി റിജക്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി പല ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു നോർമലായിട്ടുള്ള ഒരു നോർമൽ മനുഷ്യൻ അത് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി ലെവൽസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ആദ്യത്തെ 2-3 months ആണ് നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസിൻ്റെ ഡോസ് വളരെ കൂടി നിർത്തിയിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം വളരെ പ്രധാനമാണ്. അധികം നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിട്ടും ഭയങ്കര കെയർഫുൾ ആയിട്ടും ഇരിക്കേണ്ട ഒരു സമയമാണ്. ഏകദേശം എത്ര മാസം? 2 months, 1 or 2 months കഴിയുമ്പോൾ പുള്ളിക്ക് എല്ലാ ആക്ടിവിറ്റിയിലേക്ക് കടക്കാവുന്നതാണ്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്സ് അത് വേണമെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഈ വൃക്ക രോഗികളുടെ ആരോഗ്യ ക്രമീകരണം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അവർ എങ്ങനത്തെ ഫുഡ്സ് ഒക്കെയാണ് കഴിക്കേണ്ടത്? അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമാക്കാമോ? ഒരു വൃക്ക രോഗിയെ സംബന്ധിച്ച് നമ്മുടെ കിഡ്നി നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഫിൽട്ടറിങ് ഫങ്ഷൻസ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ പല ലവണങ്ങളും നമ്മുടെ ബോഡിയിൽ കൂടുന്നതാണ്, എസ്പെഷ്യലി പൊട്ടാഷ്യം, ഫോസ്ഫറസ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പൊട്ടാഷ്യം കുറവുള്ളതും ഫോസ്ഫറസ് കുറവുള്ള ഫുഡുകളും കൂടുതൽ കൺസ്യൂം ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാം. അങ്ങനെയുള്ള ഫുഡുകൾ ഏതൊക്കെയായിരിക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? പൊട്ടാഷ്യം റിച്ച് ഉള്ള ഫുഡ്സ് ആയിട്ടുള്ള കാണപ്പെടുന്നത് ബനാന, തക്കാളി, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, പിന്നെ തേങ്ങ ഉണ്ടാക്കുന്ന സാധനങ്ങളും, പിന്നെ കരിക്കിൻ വെള്ളം, അങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ് പൊട്ടാഷ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഫോസ്ഫറസ് കൂടുതലുള്ളത് യൂഷ്വലി ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, മീറ്റ്, പിന്നെ നമ്മൾ നട്ട്സ് എന്നുള്ള ഫുഡിലാണ് കൂടുതലായിട്ട് ഫോസ്ഫറസ് കാണപ്പെടുന്നത്. ഓക്കെ. ഇങ്ങനെ ഈ വൃക്കരോഗമുള്ളവരുടെ വ്യായാമ മുറകൾ എങ്ങനെയായിരിക്കണം? ഭയങ്കര ഹാർഡായിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത് ക്രമീകരിക്കേണ്ടത്? ഒരു വൃക്ക രോഗിക്ക് പ്രത്യേകിച്ച് ഒരു ഡയാലിസിസ് രോഗിക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മൾ വാട്ടർ ഇൻടേക്ക്, അതായത് ഒരു ശരാശരി ഒരു ആവറേജ് ഒരാൾക്ക് 1 ലിറ്ററിന് താഴെ അല്ലെങ്കിൽ 750 ml വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ലിമിറ്റേഷൻസ് പലതുമുണ്ട്. അപ്പം പുള്ളിയുടെ ആരോഗ്യം വളരെ വീക്കായിരിക്കും. എന്ന് വെച്ചാൽ പുള്ളിയുടെ HB അതായത് രക്തത്തിന്റെ അളവ് കുറച്ച് കുറവായിരിക്കും. അപ്പം പുള്ളിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും ജോലി ചെയ്യുന്നത്. പക്ഷേ പുള്ളിയുടെ ആരോഗ്യം അനുവദിക്കുന്നത്രയും പുള്ളിക്ക് ജോലി ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. കിഡ്നി രോഗി എന്ന് പറഞ്ഞ് പുള്ളിക്ക് വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ആരോഗ്യം അനുവദിക്കുന്നത്രയും പുള്ളിക്ക് ജോലി ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേക ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഈ കിഡ്നി ഫെയിലിയർ വരുമ്പം ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് കാലിലെ നീര്. അതെന്തുകൊണ്ടാണ് കാലിൽ അങ്ങനെ മെയിനായിട്ടും കാലിൽ തന്നെ ഫോക്കസ് ചെയ്ത് നീര് തന്നെ? അല്ല, നമ്മുടെ കാലിൽ ഏറ്റവും ഡിപ്പെൻഡന്റ് ഏരിയ ആയതുകൊണ്ട്, കാലിൽ അങ്ങനത്തെ നമ്മൾ തൂക്കിയിടുന്ന ഏരിയ ആയതുകൊണ്ട് നീര് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഏരിയ കാലായതുകൊണ്ടാണ്. നമ്മുടെ കിഡ്നി നേരത്തെ പറഞ്ഞ പോലെ മൂത്രത്തിൽ കൂടെ പല വേസ്റ്റുകളും
എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയാണ്. വേസ്റ്റിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ അളവും കിഡ്നി നിയന്ത്രിക്കുകയാണ്. അപ്പോൾ കിഡ്നിയിൽ ക്ഷീണമുണ്ടെങ്കിൽ അത് വാട്ടറിൻ്റെ ലെവൽ, അത് നമ്മുടെ ശരീരത്തിൽ നീരുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീര്, എസ്പെഷ്യലി ഡിപ്പെൻഡൻ്റ് ഏരിയ, കാലിന് താഴെ ആയിരിക്കും, ചിലപ്പം സേക്രമായിരിക്കും, ഇവിടെ ബാക്കിലായിരിക്കാം, ചിലവർക്ക് അത് കണ്ണിൻ്റെ ചുറ്റുമായിരിക്കാം. അങ്ങനെ ഓരോ ഏരിയസ് ആകും. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാലിൻ്റെ താഴെയാണ്. അതുപോലെ വേറെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് കിഡ്നി സ്റ്റോൺ. ശരിക്കും ഈ സ്റ്റോണുകളായിട്ട് രൂപപ്പെടുന്നത് എന്താണ്? ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? സ്റ്റോൺസ് പല ടൈപ്പ് ഉണ്ട്. യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്, പല ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട്. അതിനകത്തിൽ ഓരോന്നിനും ഓരോ കാരണമാണ്. അപ്പോൾ നമ്മൾ റിക്കറൻറ്റ് സ്റ്റോൺ ഫോമർ ആണെങ്കിൽ അതിൻ്റെ പല ടെസ്റ്റുകളുണ്ട്. നമ്മൾ സിട്രേറ്റ് എക്സ്ക്രീഷൻ എത്രയാണെന്ന് നോക്കും, യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ എത്രയാണെന്ന് നോക്കും, പല ടെസ്റ്റുകളുണ്ട്. നമ്മുടെ ആഹാര ക്രമീകരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്റ്റോൺ ഫോമേഴ്സിനോട് പറയാറുള്ള. വെള്ളത്തിൻ്റെ അളവ് ധാരാളം തന്നെ കുടിക്കുക, മാക്സിമം വെള്ളം, ഒരു 2.5-3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ യൂറിക് ആസിഡ് കണ്ടെയ്നിങ് ഫുഡ്സ് കഴിവതും കുറയ്ക്കാൻ നോക്കുക. യൂറിക് ആസിഡ് പിന്നെ മീറ്റ് ഐറ്റംസ് ആണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ കുറവായിട്ട് നോക്കുക. ഇനി നമുക്ക് ഈ കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കിഡ്നി രോഗം വരാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും പ്രമേഹ രോഗവും രക്തസമ്മർദ്ദമുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും കിഡ്നി രോഗം വന്ന് കാണപ്പെടുന്നത്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുഗർ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്തസമ്മർദ്ദമുള്ളവർക്ക് BP കൺട്രോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതുകൂടാതെ മൂത്രത്തിൽ കല്ലുണ്ടാവാതെ ശ്രദ്ധിക്കുക, നമ്മൾ അഡിക്വേറ്റ് വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യുക. ശരിക്കും ഒരു നോർമലി ഉള്ള പേഴ്സൺ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം മസ്റ്റായിട്ടും? നോർമലി അങ്ങനെ കണക്കൊന്നുമില്ല. നമുക്ക് ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുക. അതൊരു ആവറേജ് വരുമ്പോൾ 2.5 ലിറ്റർ ഒക്കെ വരാം. നമ്മൾ ബേസിക്കലി നമ്മുടെ ബോഡി തന്നെ റെഗുലേറ്റ് ചെയ്ത് നമ്മളോട് പറയുന്നതാണ് ഇത്ര വെള്ളം കൂടെ. അപ്പോൾ ദാഹം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വെള്ളം കുടിക്കാം. അല്ലാണ്ട് ഒരു കണക്കില്ല. നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാം. 2 ലിറ്റർ വെള്ളം എന്നാലും ആവറേജ് ഒരു 2 ലിറ്റേഴ്സ് 2.5 ലിറ്റേഴ്സ് കുടിക്കാം. വളരെ വ്യത്യസ്തമായ അറിവുകളാണ് ഡോക്ടർ നമുക്ക് പകർന്നു നൽകിയത്. ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നത് അനസ്തേഷ്യയെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ അജോ ആണ്. നമസ്കാരം സർ. നമസ്കാരം. ശരിക്കും എന്താണ് ഈ ലേബർ അനാൽജസിയ? സാധാരണ രീതിയിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഈ ടോട്ടൽ ലേബർ പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഏറ്റവും ടെൻഷനുള്ള അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ലേബർ പെയിനാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട് ഈ ലേബർ പെയിൻ കുറയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ കുറയ്ക്കാനുള്ള മെത്തേഡ്സിൽ ഒരു മെത്തേഡാണ് എപ്പിഡ്യൂറൽ ലേബർ അനാൽജസിയ എന്ന് പറയുന്നത്. നമുക്ക് അല്ലാതെ തന്നെ ചില മെഡിസിൻ വഴിയും ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഓരോ മെത്തേഡ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സക്സസ് റേറ്റ് ആണുള്ളത്. മെഡിസിൻ വഴി കുറയ്ക്കുകയാണെങ്കിൽ ഒരു 60% വരെ നമുക്ക് ലേബർ പെയിൻ കുറയ്ക്കാൻ പറ്റും. എപ്പിഡ്യൂറൽ ലേബർ അനാൽജസി വഴി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 90 തൊട്ട് 95% വരെയുള്ള വേദന ഇല്ലാതാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത്? ഇഞ്ചക്ഷൻ ആയിട്ടാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ? ലേബർ അനാൽജസിയ, എപ്പിഡ്യൂറൽ അനാൽജസിയ നമ്മൾ സാധാരണ രീതിയിൽ അഡ്മിനിസ്റ്റർ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിന് പുറത്തുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമ്മൾ ഒരു ചെറിയ നമ്മുടെ ഈ മുടിയുടെ കനമുള്ള അത്രയും ചെറിയതായിട്ടുള്ള ഒരു കത്തീറ്റർ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ആ കത്തീറ്റർ വഴി നമ്മൾ മെഡിസിൻസ് ഒന്നുകിൽ ഒരു ബോളസ് ഡോസായിട്ട്, അതായത് ഒരു കുറച്ച് ml ഒരുമിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഇൻഫ്യൂഷനായിട്ട് കൊടുക്കുകയോ ചെയ്യും. അങ്ങനെയാണ് ഈ ലേബർ അനാൽജസിയ ഈ കത്തീറ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ഇൻഫ്യൂഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം നമ്മുടെ 100% പേഷ്യൻസും ഇതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഇൻഫ്യൂഷൻ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ കുഞ്ഞിന് യാതൊരു രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാക്കാത്തതായുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പെയിൻ സെൻസേഷൻ മാത്രമാണ് ഈ മരുന്നുകളിലൂടെ നമ്മൾ ഇല്ലാതാക്കുന്നത്. ഇത് പൂർണ്ണമായും പെയിൻ ഇല്ലാതാക്കോ ഈ ഒരു? ഏകദേശം ഈ ലേബർ
പെയിൻ എന്ന് പറയുന്നത് ഈ ലേബർ പെയിൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ 2-3 ഘട്ടങ്ങളിലൂടെയാണ് പ്രസവം കടന്നു പോകുന്നത്. അപ്പം അതിലെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ടോട്ടലായിട്ട് അമ്മയ്ക്ക് ഒരു അബ്ഡോമിനൽ പെയിൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേന് കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നതിനനുസരിച്ച് വേദനയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടും. അത് കഴിഞ്ഞിട്ട് ആ ഇൻറ്റൻസിറ്റി കൂടി കഴിയുമ്പോഴത്തേന് അത് കുറച്ചും കൂടെ ആ വേദന താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഓപ്പൺ അപ്പ്, നമ്മുടെ സെർവിക്സ് എന്ന് പറയുന്നത് ഓപ്പൺ അപ്പായി കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് മാക്സിമം വേദന ഉള്ളത്. അപ്പോൾ ഏകദേശം ഈ സർവൈക്കൽ ഡയലറ്റേഷൻ ഒരു 3 സെന്റിമീറ്ററിന് മുകളിലോട്ട് പോകുമ്പോഴാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയം. നമ്മൾ ഈ ലേബർ എപ്പിഡ്യൂറൽ അനാൾജസിയ പ്രൊവൈഡ് ചെയ്യാനുള്ള ഐഡിയൽ ടൈം അപ്പോഴാണ്. നമുക്ക് നമുക്ക് അത് മുന്നമേ തന്നെ, അതായത് മുൻകൂട്ടി തന്നെ നമുക്ക് ഈ കത്തീറ്റർ ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ ആ ടൈമിൽ തന്നെ നമുക്ക് കത്തീറ്റർ ഇട്ടിട്ട് മരുന്ന് പ്രൊവൈഡ് ചെയ്യുകയോ 2 രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇങ്ങനെ ഇത് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നോർമൽ രീതിയിൽ അമ്മയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള കുറെ മിത്തുകൾ ആക്ച്വലി മിക്ക പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് 100% സേഫ് ആയിട്ടുള്ള ടെക്നിക്കാണ്. നമ്മൾ സ്പൈനൽ കോഡിന് പുറത്തുള്ള ആ ഒരു സ്പേസിലേക്കാണ് ഈ കത്തീറ്റർ വെക്കുന്നത്. അപ്പം സ്പൈനൽ കോഡിലോട്ട് നമ്മൾ പ്രവേശിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഇഞ്ചുറിക്കുള്ള ചാൻസുകൾ ഒന്നുമില്ല. പൂർണ്ണമായും മരവിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അമ്മയ്ക്കും പ്രത്യേകിച്ച് ആ സമയത്ത് ഡിസ്കംഫർട്ട് ഇല്ല. പിന്നെ ചില ആൾക്കാരുടെ ഒരു ഡൗട്ട്, സംശയം എന്ന് പറയുന്നത് ഇത് കാലക്രമേണ അല്ലെങ്കിൽ ഭാവിയിൽ നടുവേദനയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത പൂർണ്ണമായും ലേബർ അനാൾജസിക്ക് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനില്ല. ഇതുമൂലം യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഭാവിയിൽ വരാൻ ചാൻസ് ഇല്ല. ഈ ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൂടുതലും സി സെക്ഷനിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട്. അതും അങ്ങനെ സിസേറിയൻ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ലേബർ അനാൾജസി യൂസ് ചെയ്യുമ്പോൾ സിസേറിയൻ സെക്ഷനിലേക്ക് പോകും എന്ന് പറയുന്നത് ഇതേപോലെ നേരത്തെ പറഞ്ഞതുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു മിത്താണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ ഈ ലേബർ അനാൾജസിയെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സെർവൈക്കൽ ഓപ്പണിംഗ് കൂടുതൽ ഓപ്പൺ അപ്പായി നോർമൽ ഡെലിവറിയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കറക്റ്റ് ടൈമിൽ നമ്മൾ കറക്റ്റ് ലേബർ അനാൾജസിയ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നോർമലിലോട്ടുള്ള വരാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ അത് വേറൊരു മിത്താണ്. ഇത് ലേബർ ടൈം പ്രൊലോങ് ചെയ്യും അല്ലെങ്കിൽ കൂടുതലാവും, സി സെക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടെന്ന് പറയുന്നത് ആക്ച്വലി വേറൊരു മിത്താണ്. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ ഈ എപ്പിഡ്യൂറൽ കൊടുത്തിട്ട് ഒരു സി സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും അനസ്തീഷ്യ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ലേബർ എപ്പിഡ്യൂറൽ കത്തീറ്റർ ഓൾറെഡി അനാൾജസിയ പർപ്പസിന് നമ്മൾ പ്ലേസ് ചെയ്ത കത്തീറ്റർ നമുക്ക് വീണ്ടും ആ സെയിം കത്തീറ്ററിലുള്ള തന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ പേഷ്യൻ്റ് സിസേറിയൻ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് മരുന്ന് കൊടുത്തിട്ട് അത് സിസേറിയൻ സെക്ഷൻ നടത്താൻ പറ്റും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് അനസ്തേഷ്യ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മരുന്നുകളുടെ അളവിലുള്ള വ്യത്യാസം വരുത്തിയിട്ടാണ് ഇത് മൊത്തത്തിൽ മരവിപ്പിച്ചിട്ട് നമുക്ക് ഈ സെയിം കത്തീറ്ററിലൂടെ തന്നെ സിസേറിയൻ സെക്ഷൻ നടത്താൻ പറ്റുന്നതാണ്. ശരിക്കും ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വരാറുള്ളത്? അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് തരത്തിലുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്നത് സർജിക്കൽ പർപ്പസിന് വേണ്ടിയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം. അപ്പം എന്ത് സർജറിയിലും ഏത് പേഷ്യൻറ്റിൻ്റെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് ഒന്ന് വേദന ഉണ്ടാവരുത് എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഒന്നും അറിയരുത്, എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവരുത്, കാണരുത് അങ്ങനെയുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് സർജറി ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമതായിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് പ്രൊസീജിയേഴ്സ്, ഇപ്പം വളരെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം MRI പോലെയുള്ള ഇമേജിങ് ചെയ്യണം അല്ലെങ്കിൽ ഒരു CT ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ അവരൊരിക്കലും അവിടെ പേഷ്യൻ്റ് വളരെ കാമായിട്ടും ക്വയറ്റായിട്ടും കിടക്കേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് ആ പ്രോപ്പറായിട്ട് ഇമേജിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ
അനസ്തേഷ്യ കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ഇമേജിങ് മൊഡാലിറ്റീസിലോട്ട്, ഇങ്ങനെയുള്ള MRI പോലെയുള്ള ഇമേജിങ് മൊഡാലിറ്റീസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻ്റ്, നമ്മൾ പ്രത്യേകിച്ചും ട്രോമ, ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അതിപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യണമെങ്കിൽ, ഇപ്പം കൈ, കാല് അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രാക്ചറൊക്കെ ആകുമ്പോൾ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യണമെങ്കിൽ ആ പേഷ്യൻ്റെ പെയിനാണ് ആദ്യം നമ്മൾ എപ്പോഴും കുറച്ച് വെക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള സമയത്തും നമ്മൾ അനസ്തേഷ്യ കൊടുത്ത് പെയിൻ കുറച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള എക്സാമിനേഷൻ പോകാനുള്ളത്. പിന്നെ ICUവിൽ ക്രിട്ടിക്കൽ കെയർ ICU അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ഒരു പ്രൊസീജിയേഴ്സിൽ പോകുമ്പോൾ അപ്പോഴെല്ലാം നമ്മൾ ഇതേപോലെ പല രീതിയിലുള്ള അനസ്തേഷ്യകൾ നമ്മളെവിടെ എല്ലാം കൊടുക്കും. ശരിക്കും ഏതൊക്കെ രീതികളാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്? നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു വാക്കാണ് ലോക്കൽ അനസ്തേഷ്യ. എന്താണ് ശരിക്കും ലോക്കൽ അനസ്തേഷ്യ? എന്താണ് അത്? ഏതൊക്കെ തരമുണ്ട്? ഏതൊക്കെ ടൈപ്പാണ് അനസ്തേഷ്യ? അനസ്തേഷ്യ പ്രധാനമായിട്ടും 3 തരത്തിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ജനറൽ അനസ്തേഷ്യ, രണ്ടാമത്തത് ലോക്കൽ അനസ്തേഷ്യ, പിന്നെ മൂന്നാമത്തത് റീജിയണൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻറ്റിനെ മൊത്തമായിട്ട് മയക്കി പിന്നെ പേഷ്യൻറ്റിന് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ജനറൽ അനസ്തേഷ്യയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു IV കാനുല ഇട്ടിട്ട് അതിനകത്തൂടെ മരുന്ന് തരികയോ അല്ലെങ്കിൽ മുഖത്ത് മാസ്കിലൂടെ നമ്മൾ ഇൻഹലേഷണൽ അനസ്തെറ്റിക് ഏജൻസ്, അതായത് നമുക്ക് ശ്വാസകോശത്തിനുള്ളിലൂടെ നമുക്ക് അനസ്തെറ്റിക് ഏജൻസിനെ നമുക്ക് കടത്തിവിട്ട് അങ്ങനെ പേഷ്യന്റിനെ മയക്കി നമ്മൾ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നതാണ് ജനറൽ അനസ്തേഷ്യ. അത് എത്ര നേരം നീണ്ടു നിൽക്കും? എത്ര സമയത്തിന് ശേഷമായിരിക്കും പേഷ്യന്റ് കോൺഷ്യസ് ആയി? അത് സർജിക്കൽ ഡ്യൂറേഷൻ അനുസരിച്ചാണ്. സർജറിയുടെ ടൈം എത്രമാത്രം എടുക്കും അത്ര സമയം നമുക്ക് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യണം. അനസ്തേഷ്യയിലായിട്ടുള്ള എഫക്ട്സ്, അതായത് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് സർജിക്കൽ എഫക്ട്സ് നോർമലി ഒരു 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ മാക്സിമം നീണ്ടു നിൽക്കാം. അതിന് മുകളിലോട്ട് സാധാരണ രീതിയിൽ കാണപ്പെടാറില്ല. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ആ സർജറി ചെയ്യാനുള്ള ആ ഭാഗം മാത്രം മരുന്ന് വെച്ച്, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഭാഗം മാത്രം മരുന്ന് വെച്ച് നമ്മൾ മരവിപ്പിച്ചിട്ട് സർജറി ചെയ്യുകയാണെങ്കിലാണ് ലോക്കൽ അനസ്തേഷ്യ. നമ്മുടെ തൊലിപ്പുറത്തൊക്കെയുള്ള ചെറിയ ചെറിയ മുറിവുകൾ, അല്ലെങ്കിൽ ചെറിയ വാർട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സിസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് മാത്രം റിമൂവ് ചെയ്യാനായിട്ടാണ് ലോക്കൽ അനസ്തേഷ്യ സാധാരണ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയും. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന്, നമ്മുടെ നട്ടലിന് അല്ലെങ്കിൽ നട്ടലിന്റെ ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുത്ത് മരവിപ്പിച്ചിട്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻ. സാധാരണ C-സെക്ഷനൊക്കെ അതെ, നമ്മൾ ഇലക്റ്റീവായിട്ട് ചെയ്യുന്ന സിസേറിയൻ സെക്ഷനിലല്ല അങ്ങനെയുള്ള അനസ്തേഷ്യ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വയറിന് അബ്ഡോമിനിന് താഴോട്ടുള്ള എല്ലാ സർജറികൾക്കും നമുക്ക് നോർമലി സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് റീജിയണൽ ബ്ലോക്സ് ആണ്. നമ്മൾ പെരിഫറൽ നെർവ് ബ്ലോക്സ് എന്ന് പറയും. അതെന്ന് പറയുന്നത് നമുക്ക് ആ പ്രത്യേക അവയവത്തിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവിനെ മാത്രം നമുക്ക് ധരിപ്പിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അനസ്തേഷ്യ. സാധാരണ കാലിന് മാത്രമുള്ള ഒരു കാലിന് മാത്രമുള്ള സർജറികൾ, ഒരു കൈക്ക് മാത്രമുള്ള സർജറികൾ, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് മൊത്തത്തിൽ മയക്കി സർജറി ചെയ്യുക, അല്ലെങ്കിൽ നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത് സർജറി ചെയ്യുക അസാധ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെല്ലാം നമുക്ക് ഈ റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം റീജിയണൽ അനസ്തേഷ്യ കമ്പാരിറ്റീവ്ലി സേഫാണ്. നമുക്ക് ആ കൈക്ക് ഒരു ഒടിവ് വന്നാൽ കൈ മാത്രം നമുക്ക് മരവിപ്പിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ്റെ സമയത്ത് മാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഈ അനസ്തേഷ്യയുടെ എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഉള്ള പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉള്ള വേദനയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ ഇവിടെ എല്ലാ ഹൈ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാൻ റിസ്ക് കൂടുതലായിട്ടുള്ള എല്ലാ കേസുകളും
നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഈ ഹോസ്പിറ്റലിലുണ്ട്. നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കാനായാലും റീജിയണൽ അനസ്തേഷ്യ കൊടുക്കാനായാലും എക്സ്പെഷ്യലി ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന അനസ്തേഷ്യ പ്രൊസീജിയേഴ്സ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന തരത്തിലുള്ള അനസ്തേഷ്യകൾ കൊടുക്കാനുള്ള ഫെസിലിറ്റീസും നമ്മൾ വെൽ എക്യുപ്ഡ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ. അതിലൊന്നാണ് ഡിഫിക്കൽട്ട് എയർവേ എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ആളുകളിൽ നമുക്ക് നമ്മുടെ ജനറൽ അനസ്തേഷ്യ മൊത്തത്തിൽ മയക്കിൽ കൊടുക്കുമ്പോൾ നമ്മുടെ വായിൽ ട്യൂബിട്ട് അത് വെന്റിലേറ്ററിലോട്ട് മാറ്റിയിട്ട് എൻഡോട്രക്കിൽ ഇൻഡ്യൂബേഷൻ എന്ന് പറയും. അങ്ങനെ ഇൻഡ്യൂബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലോട്ട് ആക്കിയിട്ടാണ് നമുക്ക് ആ ജനറൽ അനസ്തേഷ്യ കൊടുക്കേണ്ടത്. അപ്പോൾ ചില ആൾക്കാരിൽ വളരെ ഡിഫിക്കൽട്ടാണ് അങ്ങനെ ആ ട്യൂബ് ഇടാനുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് FOB എന്ന് പറയും. ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ വീഡിയോ ലാരിഞ്ചോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയോ മാത്രമേ അങ്ങനെയുള്ള ട്യൂബുകൾ ഇടാൻ പറ്റൂ. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ റീജിയണൽ അനസ്തേഷ്യ, എല്ലാ തരത്തിലുള്ള റീജിയണൽ അനസ്തേഷ്യയും നമ്മൾ ഇവിടെ പെർഫോം ചെയ്യാറുണ്ട്. എപ്പിഡ്യൂറൽ ലേബർ മാത്രമല്ല, അല്ലാതെ സർജറികൾക്ക് ആവശ്യമുള്ള എപ്പിഡ്യൂറൽ ലേബർ, എപ്പിഡ്യൂറൽ അനാൾജസിയും നോർമൽ എപ്പിഡ്യൂറൽ അനസ്തേഷ്യയും നമ്മളിവിടെ ചെയ്യാറുണ്ട്. പിന്നെ പീഡിയാട്രിക് അനസ്തേഷ്യ, അതായത് കുഞ്ഞുങ്ങൾക്കുള്ള അനസ്തേഷ്യ ഇവിടെ എല്ലാ പ്രായത്തിലുമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള സർജറികൾ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയും നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററും നമ്മുടെ അനസ്തേഷ്യ ഡോക്ടേഴ്സും വെൽ എക്യുപ്ഡ് ആണ്. ഓക്കെ, വളരെ വ്യത്യസ്തമായ അറിവുകളാണ് അനസ്തേഷ്യയെ കുറിച്ച് സാർ നമ്മളോട് പങ്കുവച്ചത്. ഒരുപാട് നന്ദി. താങ്ക് യു സർ. ഇനി പ്രേക്ഷകരോടായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? അനസ്തേഷ്യയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആക്ച്വലി നമ്മുടെ സമൂഹത്തിലുണ്ട്. മിക്ക സർജറികളുടെയും കോംപ്ലിക്കേഷൻ നമ്മൾ മിക്കവരും വിചാരിക്കുന്നത് ആദ്യം തന്നെ ഇത് അനസ്തേഷ്യ ഡ്രഗിൻ്റെ അമിതമായ പിന്നെ ഉപയോഗം കാരണമാണ് മരിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായത് എന്ന് മിക്കപ്പോഴും പറയാറുണ്ട്. അനസ്തേഷ്യ എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ്ലി വളരെ സേഫായിട്ടുള്ള ഒന്നാണ്. ഏത് സർജറിക്കായാലും നമുക്ക് അനസ്തേഷ്യ ഇല്ലാതെ നമുക്ക് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അനസ്തേഷ്യയെക്കുറിച്ചുള്ള മിത്തുകൾ നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും അത് സംബന്ധമായ ഡൗട്ട് ഉണ്ടെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റിനോട് അല്ലെങ്കിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അനസ്തേഷ്യോളജിസ്റ്റിനോട് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുകയും ആ സംശയങ്ങളെല്ലാം പിന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ശരി സർ, താങ്ക് യു സോ മച്ച്.